നമസ്കാരം. സെയിലിംഗ് കമന്ററിയുടെ ദീർഘനാളത്തെ നിലവിളി കേട്ട് ഒടുവിൽ ഒരാൾ ആശ്വസിപ്പിക്കാനെത്തി. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ആശ്വസിപ്പിക്കൽ കഥ ഒടുവിലെത്താം. അതിനു മുന്നോടിയായിട്ട് ഞാൻ ഇന്നലെ ഒരു ആപ്പിൾ, വീട്ടിൽ വാങ്ങിയ ഒരു ആപ്പിൾ എടുത്ത് അതിന്റെ ഒരു പേര്, ആപ്പിൾ മറിച്ചു നോക്കിയപ്പോൾ അതിനകത്തൊരു പേര് കണ്ടു. ആ പേരെന്താണെന്ന് അറിയാൻ, ബ്രാൻഡ് എന്താണെന്ന് അറിയാനെന്നൊക്കെ ശ്രമിച്ചപ്പോൾ വളരെ രസകരമായ ചില കാര്യങ്ങളിലോട്ടത് നയിച്ചു. എന്റെ പേര് അപ്പോളോനിയ എന്നാണ് ആ ആപ്പിളിന്റെ പേര്. ആപ്പിളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. പോളണ്ടിൽ നിന്നാണ്. ഈ ഫുഡ് മൈൽസ് എന്ന് നമ്മൾ നേരത്തെ സെയിലിംഗ് കമന്ററി പറഞ്ഞിട്ടുണ്ടല്ലോ. ഓരോ ഫുഡ് പ്രോഡക്ട്സ് എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മൈൽ ദൂരം സഞ്ചരിച്ചാണ് നമ്മുടെ തീൻമേശകളുടെ മുമ്പിൽ എത്തുന്നത് എന്നുള്ള ഒരു ശാസ്ത്രമാണ് ഇപ്പോൾ ഈ ഫുഡ് മൈൽസ് എന്ന് പറയുന്ന ഒരു നാമകരണത്തിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പോളണ്ടിൽ നിന്നാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഇന്നലെ കഴിച്ച ആപ്പിൾ പോളണ്ടിൽ നിന്നാണ്. അപ്പോൾ പോളണ്ടിനെ കുറിച്ചൊരു വാക്ക് മിണ്ടിപ്പോകരുത് എന്ന് പറയുന്ന കഥയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ആ കമ്പനിയെ കുറിച്ച് ചില കാര്യം വളരെ മെക്കനൈസ്ഡ് ആണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തരാം. ഇത്രയും പ്രോസസ് ഉണ്ട്. ഒരു ആപ്പിള് നേരെ മരത്തിൽ നിന്ന് പറിച്ച് നേരെ കഴിക്കാം. വേറെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. ഇനി കെമിക്കൽ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ക്ലീനിങ് നമ്മൾ വീട്ടിൽ വരുമ്പോൾ അത് കഴുകാറുണ്ട്. പക്ഷേ ആ കമ്പനി കാണുമ്പോൾ എന്താണ് ഇത്രയും ഒരു മെക്കനൈസേഷൻ? ആപ്പിളിന്റെ കാര്യത്തിൽ എന്തിനാണ്? തരംതിരിക്കാനാണോ, കളർ അനുസരിച്ച് മാറ്റാനാണോ, സൈസ് കൗണ്ട് എന്ന് പറയും, ഓരോ സാധനത്തിന്റെ കൗണ്ട് വെച്ചിട്ട് പാക്ക് ചെയ്യാനാണോ? എന്തായാലും ഒരു ഹ്യൂജ് പ്ലാന്റിലൂടെ കുറെ നേരം കടന്നുപോയി. അപ്പോൾ ആ കമ്പനിയുടെ ലാർജസ്റ്റ് ഗ്രൂപ്പ് ഇൻ പോളണ്ട്, 1500 ഹെക്ടർ ഏരിയ കൾട്ടിവേഷൻ. അവർക്ക് സ്വന്തമായിട്ടാണോ ഇനി പാട്ടത്തിന് കൊടുത്തിരിക്കുന്നതാണോ അറിയില്ല. 1500 ഹെക്ടർ ഏരിയ കൾട്ടിവേഷൻ ഉണ്ട് ആപ്പിൾ. 250 ജീവനക്കാരുണ്ട്. 20 ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, 22 പാക്കിംഗ് ആൻഡ് സോർട്ടിംഗ് മെഷീൻസ്. ആ പാക്കിംഗ് സോർട്ടിംഗ് മെഷീൻസ് ഒക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്പിളാണ് നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ കഴിച്ചത് എന്നുള്ളത് അറിഞ്ഞപ്പോൾ ആപ്പിളിന്റെ മാർക്കറ്റ്, ഇതിനെല്ലാം എന്നെ രാവിലെ ആശ്വസിപ്പിച്ച ആളാണ് ഇതിനെല്ലാം പ്രചോദനം. ആപ്പിളിന്റെ മാർക്കറ്റ് എന്താണ്, എത്രത്തോളമാണ് പ്രൈസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോ ശരാശരി 120, 230, ഒരു 175-200 രൂപ എന്നൊക്കെ പറയാം ശരാശരി ഒരു കിലോ. പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനകത്ത് കൃത്യം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വർഷം 50,000 ടൺ മാത്രമേ ഇറക്കുമതി ചെയ്യാവൂ. കാരണം അത് നമ്മുടെ കാശ്മീരിലെയും ഹിമാചൽ പ്രദേശിലെയും ഫാമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതാണ്. 50,000 ടൺ. അതിനകത്ത് തന്നെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് 80 രൂപയാണ് കിലോ. 80 രൂപ കിലോ, 20% ഡ്യൂട്ടി. അപ്പോൾ കണക്കാക്കി നോക്കുമ്പോൾ 96 രൂപയ്ക്കാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇവിടെ ആപ്പിൾ എത്തുന്നത്. 96 രൂപയാണ്. അതേസമയത്ത് അമേരിക്കയ്ക്ക് 80 കിലോ പ്ലസ് 25% ഡ്യൂട്ടി. അപ്പോൾ അത് 100 രൂപയാവും. അപ്പൊ ശരാശരി 90-100 രൂപയ്ക്ക് ഇവിടെ എത്തുന്ന ആപ്പിളാണ് നമ്മൾ 150, 160, 200 ഒക്കെ കൊടുത്ത് വാങ്ങുന്നത്. അപ്പൊ പിന്നെ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, ക്ലിയറിങ്, കപ്പൽ കൂലി എല്ലാം കൂടി വരുമ്പോൾ ന്യായമായ ഒരു വില തന്നെയാണ്. വളരെ കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 80-ൽ താഴെയാണ് നമ്മുടെ കാശ്മീരിന്റെയും ഹിമാചൽ പ്രദേശിന്റെയും ആപ്പിൾ കർഷകർ വിൽക്കുന്നത്. അപ്പൊ അവർക്ക് അമേരിക്കൻ, യൂറോപ്യൻ ആപ്പിളുകളുമായിട്ട് മത്സരിക്കാൻ ഒരു സൗകര്യം അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. എന്തായാലും ഈ ആപ്പിളിന്റെ കഥ പറയാൻ കാരണം എന്നെ രാവിലെ ആശ്വസിപ്പിച്ചയാളാണ്. സെയിലിംഗ് കമന്ററിയുടെ അല്ല, വിമാക്കിന്റെ പഴയ സുഹൃത്താണ്. വിമാക്കിന്റെ ഇപ്പോഴത്തെ സുഹൃത്താണ് ശ്രീ സലീം. കയറ്റുമതി രംഗത്തും വ്യാപാര രംഗത്തും നിൽക്കുന്ന സലീം എനിക്കൊരു ഓഡിയോ സന്ദേശത്തിലൂടെ ആശ്വസിപ്പിച്ചു. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, 72-80 ദിവസം കൊണ്ട് ഒരു കപ്പൽ വരുന്നു. നമ്മുടെ ഇവിടെ 28 ദിവസം കപ്പലെത്തിക്കാം. നിങ്ങൾ കുറെ നാളായിട്ട് പറയുന്ന സെയിലിംഗ് കമന്ററി ഞാൻ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട, നമ്മുടെ ഗേറ്റ് തുറന്നാൽ
ഈ 72 ദിവസവും 78 ദിവസവും കൊണ്ട് ഇറക്കുമതി ചെയ്യുന്ന സകല ആളുകളും നമ്മുടെ പോർട്ടിലോട്ട് വരും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വിശദമായിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്തായാലും അത്തരത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ ഗേറ്റ് തുറന്നാൽ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ TRV നൽകുമെന്ന് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന്, അദ്ദേഹം ധാരാളം സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നയാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ട്രേഡ് സീക്രട്ട് പുറത്തുവിടാൻ എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് സകല ആളുകളും TRVയിലോട്ട് വരും. നിങ്ങൾ ഇങ്ങനെ വല്ലാതെ കിടന്ന് ടെൻഷൻ അടിച്ച് കപ്പലുകൾ വൈകിയാണ് ഇന്ത്യയിൽ ചരക്കെത്തിക്കുന്നത്, TRV നേരത്തെ എത്തിക്കുന്നു, ഇതിനെല്ലാം പരിഹാരം ഗേറ്റ് തുറന്നാൽ ഉണ്ടാകും എന്ന് പറഞ്ഞ ആശ്വാസ വാക്ക് കേട്ടപ്പോഴാണ് എനിക്ക് ആപ്പിളിൽ എന്ത് സംഭവിക്കുന്നു, എന്ത് വിലയ്ക്കാണ് ആപ്പിൾ അന്തർദേശീയ മാർക്കറ്റിൽ നിന്ന് ഇവിടെ വരുന്നത്, ഇവിടുത്തെ ഉൽപാദനം എത്രത്തോളമുണ്ട്. ഇതിനിടയ്ക്ക് ചൈനയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. 48 മില്യൺ ടണ്ണാണ് അവരുടെ ഉൽപാദനം. എല്ലാ കാര്യത്തിലും ചൈന മുന്നിലാണ്, അതുപോലെ തന്നെ ആപ്പിളിന്റെ കാര്യത്തിൽ അവർ മുന്നിലാണ്. എന്തായാലും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതിനകത്ത് കോട്ട നിശ്ചയിച്ചിരിക്കുന്നത് 50,000 ടൺ ഇറക്കുമതി ചെയ്യാം. ഡൗൺ ദ ലൈൻ 10 ഇയേഴ്സ്, അടുത്ത 10 വർഷത്തിനകം അത് 1 ലക്ഷം ടണ്ണായി വർദ്ധിക്കും. അപ്പോൾ ഒരു ഉൽപ്പന്നം ഇത്രയും ക്വാണ്ടിറ്റി ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്താൻ സലീമിനെ പോലുള്ളവർ തീർച്ചയായിട്ടും ശ്രമിക്കും. ബാക്കിയുള്ളവരും നമ്മുടെ പോർട്ട് ലക്ഷ്യം വെക്കുന്നവർ അതിനനുസരിച്ചുള്ള കരുക്കൾ നീക്കണം എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന. എന്തായാലും നിലവില് നമുക്ക് പോളണ്ടിലെ പോർട്ടിൽ നിന്ന് നേരിട്ടുള്ള സർവീസ് ഇല്ല. ഗേറ്റ് തുറക്കുമ്പോൾ ഇതൊക്കെ തനിയെ വന്നോളും എന്ന് നമുക്ക് ആശ്വസിക്കാം. എന്തായാലും വിപിൻ അയച്ചു തന്ന ട്രിവാൻഡ്രം ട്രക്കത്തോണില് ഗിഡിനിയ എന്നാണ് എന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്. പോളണ്ടിലെ പ്രശസ്തമായ പോർട്ടാണ് ഗിഡിനിയ. അവിടെ നിന്ന് JNPT, മുംബൈയിലെ JNPTയിലേക്ക് ഒരു കണ്ടെയ്നർ എത്തിയ ട്രാക്കിംഗ് ആണ് വിപിൻ നടത്തിയത്. 57 ദിവസം എടുത്തു. 57 ദിവസമാണ്. അപ്പൊ മിക്കവാറും ആപ്പിൾ ആയിരിക്കും, പോളണ്ടിൽ നിന്ന് ആപ്പിൾ വന്നതായിരിക്കും. 57 ദിവസം എടുത്തു. ഇത് യൂറോപ്പിലെ ആന്റ്വർപ്പാണെന്ന് തോന്നുന്നു. ആന്റ്വർപ്പിൽ നിന്ന് ഇവിടെ എത്താൻ 37 ദിവസം എടുത്തു. നമുക്കിവിടെ യൂറോപ്പിൽ നിന്ന് 28 ദിവസമാണ്. അപ്പൊ അവിടെയും നമുക്ക് 9 ദിവസത്തോളം നേരത്തെ ചരക്കെത്തിക്കാൻ പറ്റും. അങ്ങനെ ചരക്ക് നേരത്തെ എത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് സലീം എന്നോട് പറയാൻ ശ്രമിച്ചത്. എന്തായാലും പോളണ്ടിൽ നിന്നുള്ള ഒരു ട്രാക്കിങ്ങും ഈ സമയത്ത് തന്നെ വിപിൻ കുറെ അധികം കണ്ടെയ്നറുകൾ അയച്ച കൂട്ടത്തിലാണ് പെട്ടെന്ന് പോളണ്ടിന്റെ കഥ ഓർമ്മ വരികയും 57 ദിവസം കൊണ്ടാണ് പോളണ്ടിലെ ഗിഡിനിയ പോർട്ടിൽ നിന്ന് JNPTയിൽ എത്തിയതെങ്കിൽ അതൊരു 28-30 ദിവസം കൊണ്ടോ നമുക്കിവിടെ TRVയിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ആ ട്രാക്കിംഗ് നമ്മളോട് പറഞ്ഞു തരുന്ന കണക്കുകളും കഥകളും.